മക്കളെ വിളിച്ചിരുത്തി തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട വചനങ്ങളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ തിരുസഭ നമുക്ക് നൽകണേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ മക്കൾക്ക് പിടികിട്ടാത്തൊരു വാക്കുണ്ട് അതിനകത്ത്. പരിണമിപ്പിക്കുന്നു, മാറ്റിത്തീർക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം 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 എല്ലാം, ഒരു കാര്യമല്ല, നിങ്ങളുടെ കുഞ്ഞു കാലത്ത് തുടങ്ങി നിങ്ങൾ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഉറപ്പായിട്ടും ഈ ഒരു വചനം ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് നിരാശയുണ്ടാവില്ല. പഴയ നിയമത്തിൽ ജോസഫ് ഉണ്ട്. തീരെ ചെറിയ പ്രായത്തിൽ 14-ാമത്തെ വയസ്സിൽ ഈജിപ്തിലേക്ക് അയാളെ അടിമയായിട്ട് വിറ്റത് സ്വന്തം സഹോദരന്മാരാണ്. അവിടെ വെച്ച് തീരേണ്ടതാ ജീവിതം. നമ്മളുടെയൊക്കെ ആണെങ്കിൽ 10-11 സഹോദരങ്ങളുണ്ടായിട്ട് അവർ ചെയ്ത ക്രൂരകൃത്യം തങ്ങളുടെ ഈ സഹോദരനെ വഴിയിലൂടെ പോകുന്ന കച്ചവടക്കാരായ യാത്രക്കാർക്ക് നിസ്സാരമായിട്ടുള്ള വെള്ളിത്തുട്ടിന് വിറ്റുകളയുക എന്നുള്ളതാണ്. പിന്നെ ഈ ലോകത്തോട് മുഴുവനും സഹോദരങ്ങളോടും മനുഷ്യരോടുമൊക്കെ ശത്രുതയിൽ മാത്രം ജീവിക്കേണ്ടിയിരുന്ന ഒരു ചെറുപ്പം പയ്യന് എങ്ങനെയാണ് ഇത് അതിജീവിക്കാൻ പറ്റിയത്? കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. പതിയെ മനുഷ്യൻ അവിടെ ചെന്നിട്ട് നിസ്സാര പ്രയാസങ്ങളിലൂടെയല്ല കടന്നു പോണേ. അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നു, കള്ളനാണെന്ന് വിചാരിക്കപ്പെടുന്നു. അവസാനം പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഇയാളോടൊരു അഭിനിവേശം ഉണ്ടാവുന്നു. എന്നിട്ട് അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അയാളെ പിടിച്ച് ജയിലിലിടുന്നു. വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെടാവുന്ന ആരോപണങ്ങൾ ഉണ്ടാവുന്നു. ഒരു മനുഷ്യൻ തകർന്നു പോകാനായിട്ട് ഇതിനും അപ്പുറത്തേക്ക് എന്താ വേണ്ടേ? പക്ഷേ ജോസഫ് ദൈവത്തെ സ്നേഹിക്കുന്നവന്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു 30-ാമത്തെ വയസ്സൊക്കെ എത്തുമ്പോൾ ഇതേ സഹോദരങ്ങള് ഇതേ ജോസഫിന്റെ മുൻപിൽ വന്ന് ഭക്ഷണത്തിന് വേണ്ടി ഇരക്കുന്ന കാഴ്ച നമ്മൾ കാണും. അന്നയാള് ഈജിപ്തിന്റെ 2-ാമത്തെ ഭരണാധികാരിയായിട്ട് വാഴുന്ന ഒരാൾ.